ആകെ പ്രശ്നമായി നാളെ പറയാണ് VM വിനു എന്ന് പറഞ്ഞൊരാള് ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല എന്ന് പറയാൻ എന്നൊരു അവസ്ഥയിലേക്ക് വരില്ലേ? ഉറപ്പല്ലേ? ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ മനുഷ്യനോട് ഉണ്ടായിട്ടില്ല. ഈ ഭൂമി അങ്ങനെ പലതിലും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ 18 ഇനി എൻ്റെ നീക്കം 18 വയസ്സിന് ശേഷം 18 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം വോട്ടവകാശം കൃത്യമായി കിട്ടാനില്ല. ആ പോരാട്ടത്തിൽ ഞാൻ ഇതിനകത്ത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നത് 2020 വലിയ മാറ്റമൊന്നുമില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും അന്ന് ഉണ്ടായിരുന്ന വോട്ടർ പട്ടിക അവിടെ മത്സരിച്ച ആൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ അന്ന് പ്രവർത്തിച്ച ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവരെടുത്ത് 2020 പട്ടികയും 25 പട്ടികയും അല്ല. ഞാൻ പറഞ്ഞു അദ്ദേഹം അന്ന് വോട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. നിങ്ങളിപ്പോ ശ്രമിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയോ UDF-ന്റെയോ സംഘടനാപരമായ വീഴ്ചയാണെങ്കിൽ അതിന്റെ ഉത്തരം ക്ലിയർ കട്ടാണ്. ഒരിക്കൽ പോലും 18 വയസ്സുകാർക്ക് ആയി കാലാകാലങ്ങളോടെ ജീവിക്കുന്ന ആൾക്ക് വോട്ടവകാശം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ചിന്തിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനി വന്നിരിക്കുന്നു. പക്ഷെ അതിലൊക്കെ നിങ്ങൾ നോക്കേണ്ടത് ഇത്തരം ആളുകൾക്ക് പേരുകൾ വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ളത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കാര്യമല്ലേ, വെല്ലുവിളിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഇലക്ഷൻ ഐഡന്റിറ്റി ബിയിലാണ് എന്താ ജോലി? എന്താണ് ബിയുടെ അവസ്ഥ? ഞാനിപ്പോൾ ഒരു പാർട്ടിയിലും ഇവിടെ ആളല്ല നോക്കുക, എനിക്ക് വോട്ട് വേണ്ടേ? ഇതിപ്പോ ബിന്ദുവിന്റെ വിനോദം ഞങ്ങൾ സ്ഥാനാർത്ഥിയതുകൊണ്ടല്ലേ. ഇവിടെ ലംഘിക്കപ്പെട്ടത് മൗലിക അവകാശമാണ്. ബീഹാറിലും ഹരിയാനയിലും BJP നടത്തിയ വോട്ട് ചോരക്കുള്ള ചോർ CPM നേതൃത്വത്തിൽ കോഴിക്കോട് നഗരസഭയിലും ജില്ലയിൽ നടന്നിരിക്കുന്നു. ഇന്നും നാളെയുമായി ഞങ്ങൾ ത്വരിത പരിശോധനയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ കോർപ്പറേഷനിലെ UDF-ന്റെ മേയർ സ്ഥാനാർത്ഥിയാണ് VM വിനു. VM വിനു വോട്ടുണ്ടായിരുന്നു എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. എന്നാൽ 2020-ലും VM വിനുവിന് പട്ടികയിൽ പേരില്ല. പക്ഷേ 2020-ൽ വോട്ട് ചെയ്തിരുന്നു എന്ന് VM വിനു ആവർത്തിച്ച് പറയുകയാണ്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലാപ്പറമ്പിൽ വോട്ട് ചെയ്തു എന്ന് VM വിനു ഇപ്പോഴും ആവർത്തിക്കുകയാണ്. അന്ന് വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി രാജേഷോ എന്നാണ് പേര്, അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു, വോട്ട് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ 2020-ലെ പട്ടികയിൽ അദ്ദേഹത്തിന് പേരില്ല എന്ന ഒരു ഗുരുതരമായ സംഗതി നിൽക്കുന്നു. VM വിനു പറയുന്നത് അത് ഒഴിവാക്കിയതാണ് എന്ന് പറയുന്നുണ്ട് VM വിനു. അത് പറയാനുള്ള കാരണം ദീർഘവർഷങ്ങളായി അവിടെ തന്നെ താമസിക്കുന്ന ആളാണ്, അവിടെ വോട്ട് ചെയ്ത ആളാണ്. വോട്ട് ചെയ്ത ആളുടെ പേരെങ്ങനെയാണ് വോട്ടർ പട്ടിക ഇല്ലാതിരിക്കുന്നത് എന്ന ചോദ്യം VM വിനു ചോദിക്കുന്നു. എന്തായാലും VM വിനുവിന് പകരക്കാരനെ കണ്ടെത്താനുള്ള ചർച്ച നടത്തേണ്ടി വരും കോൺഗ്രസ് എന്നതിൽ തർക്കമുണ്ട്. കാര്യം ആ മണ്ഡലത്തിലെ പട്ടികയിൽ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ, അതിലെ രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം പേരില്ലെന്നുണ്ടെങ്കിൽ അത് മേയർ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ കഴിയില്ല. YS അഭിനന്ദ് വിവരങ്ങളും ചേർന്നു. അഭിനന്ദ്, പട്ടികയിൽ പേരില്ല, പക്ഷേ അന്ന് വോട്ട് ചെയ്തു എന്ന് ഉറപ്പിച്ച് പറയുകയാണ് VM വിനു, അല്ലേ അഭിനന്ദ്? ഹാഷ്മി, തീർച്ചയായിട്ടും VM വിനു ആവർത്തിച്ച് പറയുകയാണ് 2020-ലെ വോട്ടർ പട്ടികയിൽ തന്റെ പേരുണ്ടായിരുന്നു. 2020-ൽ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസം രാവിലെ 9 മണിക്ക് വോട്ട് ചെയ്തതിനു ശേഷമാണ് എറണാകുളത്തേക്ക് മടങ്ങിയത്. 2023-ലെ വോട്ടർ പട്ടിക, കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ തന്റെ വോട്ട് എവിടെ പോയെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. ബീഹാറിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാവിലെ പറഞ്ഞതിന് സമാനമായി തന്നെ VM വിനു ഇപ്പോൾ ആവർത്തിക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പരാതി നൽകുവാനുള്ള തീരുമാനത്തിലേക്ക് കൂടി ഇപ്പോൾ DCC കടന്നിട്ടുണ്ട്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർക്കായിരിക്കും പരാതി നൽകുക. പക്ഷേ ഇതിനകത്ത് DCC ആവർത്തിച്ച് പറഞ്ഞത് 2 സ്ഥാനാർത്ഥികൾക്കാണ് സമാനമായി ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വാർഡിൽ മത്സരിക്കുന്ന ബിന്ദു കമ്മരക്കണ്ടിക്കും വോട്ടില്ലാത്ത സാഹചര്യം രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ 2 വിഷയത്തിലും ഇവർക്ക് തെറ്റുപറ്റിയത് ഒരു വലിയ പാഠമാണെന്ന് കൂടി പറയുകയാണ്. പക്ഷേ 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക നമ്മൾ പരിശോധിച്ചപ്പോൾ അതിനകത്ത് ക്രമനമ്പറോ മേൽവിലാസമോ VM വിനുവിന്റെ പേരോ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെ 2020-ലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും DCC ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. പ്രധാനമായും ഇന്ന് രാവിലെ ഉൾപ്പെടെ DCC പ്രസിഡന്റ് സ്ഥാനാർത്ഥി VM വിനു അടക്കം ഉന്നയിച്ച ആരോപണം അത് CPM-ന് നേരെയായിരുന്നു. CPM ഇതിനകത്ത് ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് വോട്ടടക്കം വെട്ടി നീക്കിയത് എന്നായിരുന്നു ഇന്ന് വ്യക്തമാക്കിയത്. പക്ഷേ അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായും പൊളിച്ചെഴുതുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനകത്ത് വോട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ചു. എന്നാൽ തിരക്കിട്ട ചർച്ചകളിലേക്കാണ് കടയുന്നത്. KPC നേതൃത്വമായി അടിയന്തരമായി ചർച്ച നടത്തിയതിനു ശേഷം കല്ലായി ഡിവിഷനിൽ പുതിയ സ്ഥാനാർത്ഥി വേണമെങ്കിൽ അങ്ങനെ എന്നുള്ള തീരുമാനത്തിലേക്ക് DCC പ്രഖ്യാപിച്ച സർപ്രൈസ് സ്ഥാനാർത്ഥികളുടെ മുൻനിരക്കാരനായിരുന്നു അത് VM വിനു. VM വിനുവിനെ മേയർ സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു വലിയ പ്രചരണത്തിലേക്ക് കോൺഗ്രസ് കടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിലേക്ക് അവർ വാദം തന്നെ പൊളിച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.